ഒരു ട്രാക്ടറിന് പോലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കുഞ്ഞൻ പവർ വീടിന് പറ്റും. കസ്റ്റമൈസ് ചെയ്തൊരു എക്സ്ക്ലിപ്പ് പമ്പ് വാങ്ങുന്നവർക്ക് 30 ഫീറ്റിന്റെ ലോസ് ഫ്രീ ആയിട്ട് കിട്ടും. 500 കിലോ വെയിറ്റ് ഈ ഒരു കുഞ്ഞൻ മെഷീനിൽ എടുത്തിട്ട് പോവാം. നമസ്കാരം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഡ്യുവൽ സസ്പെൻഷനോട് കൂടിയുള്ള ഒരു കുഞ്ഞൻ മെഷീനെ പറ്റിയാണ്. അപ്പൊ ഈ കുഞ്ഞൻ മെഷീന്റെ എന്തൊക്കെ പ്രത്യേകത നമുക്ക് നോക്കിയാലോ? നോക്കാം. ഈ ഒരു കുഞ്ഞൻ മെഷീന്റെ പേരാണ് കാവേരി പവർ വീഡർ. നമ്മുടെ കർഷകർക്ക് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാള എടുക്കുക എന്നുള്ളത്. ഇപ്പൊ കാള എടുക്കാനാണെങ്കിൽ പോലും ആളെ കിട്ടാനില്ല. ആളെ കിട്ടുവാണെങ്കിലോ ആൾക്കൂലി ഒരുപാട് ആവുകയും ചെയ്യും. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് നമ്മുടെ MD വന്നിട്ട് ഈ ഒരു ഡ്യുവൽ സസ്പെൻഷനുള്ള കാവേരി പവർ വീഡർ കൊണ്ടുവന്നിരിക്കുന്നത്. മാർക്കറ്റിൽ ഒരുപാട് ടൈപ്പുള്ള പവർ വീഡേഴ്സ് ഉണ്ട്. വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പവർ വീഡേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ MDMലെ പവർ വീഡേഴ്സ് മറ്റ് കമ്പനിയിലെ പവർ വീഡേഴ്സ് തമ്മിൽ എന്താണ് വേറിട്ട് നിൽക്കുന്നത്? ഈ ഡ്യുവൽ സസ്പെൻഷനുള്ള കാവേരി പവർ വീഡറിൽ എന്താണ് വേറിട്ട് നിൽക്കുന്നത് നോക്കി കഴിഞ്ഞാൽ സൗത്തിന്റെ തന്നെ വേറെ ആരും ഇങ്ങനെ ഒരു ടെക്നോളജിക്ക് ഇങ്ങനെ ഒരു പവർ വീഡർ കൊടുക്കുന്നില്ല. ഇത് നോക്കുവാണെങ്കിൽ ഈ കണ്ടോ, ഇതാണ് ഡ്യുവൽ സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് 50% വരെ വൈബ്രേഷൻ അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഫ്യൂല് വന്നിട്ട് 20% വരെ സേവ് ചെയ്യാനും പറ്റും. അപ്പൊ ഈ കാവേരി പവർ വീഡിൽ നമ്മൾ ഡബിൾ സസ്പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് HCP പമ്പും ട്രെയിലർ ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റുന്നതാണ്. നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഉള്ള ഒരു ഡൗട്ടാണ്, ഡബിൾ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ട്രെയിലർ അറ്റാച്ച്മെന്റോ അല്ലെങ്കിൽ HCP പമ്പ് വെച്ചൊക്കെ മരുന്നടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരു ഡബിൾ സസ്പെൻഷനിലാണ് HDP പമ്പ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് HDP പമ്പ് വെച്ചിട്ട് മരുന്നടിക്കാനൊക്കെ ഈസി ആയിട്ട് പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് ട്രെയിലർ അറ്റാച്ച് ചെയ്യാനും പറ്റും. ഈ കാണുന്നതാണ് നമ്മുടെ ട്രെയിലർ അറ്റാച്ച്മെന്റ് വന്നിട്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള സാധനങ്ങൾ, അതായത് ഒരു 500 കിലോ വരെയുള്ള സാധനങ്ങളൊക്കെ ഇതിനകത്തുനിന്ന് വീട്ടിൽ നിന്ന് എടുത്തിട്ട് സ്ഥലത്തോട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ട്രെയിലർ അറ്റാച്ച്മെന്റ് ചെയ്ത് ഈ സീറ്റിൽ ഇരുന്ന് നമുക്ക് ഈസി ആയിട്ട് ഓടിച്ചിട്ട് പോകാൻ പറ്റും അല്ലേ? അതെ. അപ്പൊ ഇത്രയും ഹൈറ്റ് ഉള്ള മെഷീൻ നമുക്ക് എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി ലേഡീസ് ആണെങ്കിലും അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാരാണെങ്കിലും ഇച്ചിരി പൊക്കം കൊണ്ടുള്ള ആൾക്കാരാണെങ്കിലും എങ്ങനെ ഈ മെഷീൻ യൂസ് ചെയ്യും? ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ മെഷീനാണ്. സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം ഉള്ളൂ. അതായത് ഈ കാണുന്ന ലിവർ കണ്ടോ, ഈ ലിവർ വന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹാൻഡിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ വണ്ടി നമ്മൾ ഓടിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു കുഴി കാണുക അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു അപകടം വരുവാന്നറിയണേ ഈ വണ്ടി എങ്ങനെ സ്റ്റോപ്പ് ആക്കുന്നത്? എന്തെങ്കിലും സ്വിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്വിച്ച് ഒന്നും അല്ല, ഈ ഒരു ക്ലച്ച് കണ്ടോ, ഇത് നമ്മൾ അമർത്തി പിടിച്ചേക്കുമായിരിക്കും. അപ്പൊ എന്തെങ്കിലും അപകടം വരാൻ പോകണമെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് വിട്ടാൽ മതി, തന്നെ ഓഫ് ആയിക്കോളും മെഷീൻ. ഇത് നമ്മുടെ പവർ വീഡറിന്റെ മറ്റൊരു പ്രത്യേകത ടയർ എന്ന് പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഒരു 2 ടയർ കൊടുക്കുന്നത്. പക്ഷെ നമ്മുടെ MDയോട് നമ്മൾ സോൾ ടയർ കൊടുത്തിരിക്കുന്നത്. സോൾ ടയർ കൊടുക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പവർ വീഡർ വന്നിട്ട് കാട്ടില് മേട്ടില് അങ്ങനെ പല പല സ്ഥലങ്ങൾ നമ്മൾ ഓട്ടിക്കും. അപ്പൊ പഞ്ചർ ആവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോൾ ടയർ കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഈ കസ്റ്റമേഴ്സ് വന്നിട്ട് ഈ പവർ വീട് വാങ്ങിക്കുവാണെങ്കിൽ അവർക്ക് കാട്ടിലും മേട്ടിലും അങ്ങനെ കുണ്ടിലും കുഴിയിലും ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ഈ മെഷീൻ യൂസ് ചെയ്യാൻ പഞ്ചർ ആവത്തില്ല. അല്ലാതെ ഇനി അടുത്തതിന്റെ ഒരു പ്രത്യേകതയാണ് ഇതിന്റെ ലൈറ്റ് ഓപ്ഷൻ. അതായത് ഈ കാണുന്ന ലൈറ്റ് നമ്മൾ ഇതിനെ കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിക്ക ആൾക്കാരും രാവിലെ പണിക്കൊക്കെ പോയിട്ട് വൈകുന്നേരം വന്നിട്ടായിരിക്കും കള എടുക്കുന്നതൊക്കെ. അപ്പൊ അവർക്ക് എളുപ്പത്തിനാണ് നമ്മൾ ഈ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇരുട്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം ടോർച്ച് കടിച്ച് നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ ലൈറ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കളയെടുക്കാം. അപ്പൊ അവിടെ ഈ കുഞ്ഞൻ കാവേരി പവർ വീട് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ടോർച്ച് അടിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ വർക്കിന് പോകുന്ന ആൾക്കാരാണെങ്കിലും വൈകിട്ട് വന്നിട്ട് ഈ കാവേരി പവർ വീട് യൂസ് ചെയ്തിട്ട് കളയെടുക്കാവുന്നൊക്കെയാണ് എളുപ്പത്തിൽ അല്ലേ? ഓക്കെ. ഇതിന്റെ HP എത്രയായിരുന്നു വരുന്നത്? ഇതിന്റെ HP നോക്കുവാണെങ്കിൽ 7.5 HP ആണ് വരുന്നത്. നമ്മൾ എന്തിനാണ് ഇതിനിങ്ങനെ ഒരു ഗാർഡ് കൊടുത്തേക്കുന്നത്? നമ്മൾ ഈ ഗാർഡ് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി ഓപ്പറേറ്ററിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഓട്ടിക്കുന്ന സമയത്ത് കുട്ടികൾ ആരെയും അടുത്ത് നിൽക്കുവാണെങ്കിൽ അവർക്ക് ഹീറ്റ് ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു HDP പമ്പ് കസ്റ്റമൈസ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ 30 ഫീറ്റിന്റെ ഹോസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് 30 അടി ഹോസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഡബിൾ സസ്പെൻഷനുള്ള കാവേരി പവർ വീൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ? ഓക്കെ. ഈ ഒരു കാവേരി പവർ വീൽ നമുക്ക് കള എടുക്കാം, ഉഴുതു മറയ്ക്കാം, അതുപോലെ തന്നെ പാണ്ടത്ത് ഒട്ടിക്കാം, ചെളിയിൽ ഒട്ടിക്കാം, അതുപോലെ ട്രെയിലർ അറ്റാച്ച് ചെയ്ത് നമുക്ക് തള്ളിക്കൊണ്ട് പോവാം. അങ്ങനെ പല കാര്യങ്ങളും പറ്റുന്നതാണ്. ഇനി അത് മാത്രമല്ല ട്രാക്ടറിനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത തെങ്ങിന് തടം എടുക്കുക, അതുപോലെ തന്നെ 2 അടി തൊട്ട് 4 അടി വരെ കള എടുക്കുക. ഇതൊക്കെ ഈ പവർ വീലിനെ കൊണ്ട് പറ്റുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് ബ്ലേഡ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും? ഈ ഒരു സോൾ ടയർ അഴിച്ചു മാറ്റിയിട്ട് LNK യൂസ് ചെയ്ത് ഈ ബ്ലേഡ്സ് ഒക്കെ നമുക്ക് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ബ്ലേഡ്സ് നോക്കാം. ബ്ലേഡിൽ നമുക്ക് ആദ്യമായിട്ട് ലെവലർ നോക്കാം. ഈ കാണുന്നതാണ് ലെവലർ എന്ന് പറയുന്നത്. ഈ ലെവലർ നമുക്ക് മണ്ണ് സമപ്പെടുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതാണ് ഗേജ് വീൽ. അവിടെ പാടത്തൊക്കെ ഉണ്ടല്ലോ, അപ്പൊ വെള്ളം കിടപ്പായിരിക്കില്ല, പാടത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗേജ് വീൽ യൂസ് ചെയ്യാം. ഇനി അടുത്തതാണ് ഈ റിഡ്ജർ. നിങ്ങൾക്ക് തെങ്ങിന് തടം എടുക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യാം. ഇതിന്റെ അഡ്ജസ്റ്റബിൾ ആണ്. അതായത് നിങ്ങൾക്ക് വീതി കൂട്ടാനും വീതി കുറയ്ക്കാനൊക്കെ പറ്റി യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി ഇതാണ് കട്ടിംഗ് റോഡ്. കുറച്ച് ഹൈറ്റുള്ള പുള്ളൊക്കെ വെട്ടി കളഞ്ഞിട്ട് പിന്നെ നമുക്ക് ബ്ലേഡ് വെച്ചിട്ട് മണ്ണ് ഇടാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് ഇതാണ് സ്പൈറൽ റിഡ്ജർ. നമുക്ക് മണ്ണ് ഇളക്കിടാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഓക്കെ. ഇതിനടുത്താണ് അയൺ വീൽ. നമുക്ക് കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഈ കുഴഞ്ഞ മണ്ണൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ കാണുന്നത് നമ്മുടെ ഡിസ്ക്. ഇതാണ് നമ്മുടെ ബ്ലേഡ്. ഈ ബ്ലേഡ് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ആ സോൾ ടയർ മാറ്റിയിട്ട് LNK യൂസ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പൊ ഈ മെഷീനെ പറ്റി അത്യാവശ്യം നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കി. അപ്പൊ ഈ മെഷീൻ എന്തെങ്കിലും ഡിസ്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും EMI ഉണ്ടോ?
തീർച്ചയായിട്ടും ഉണ്ട്. ഈ ഒരു മെഷീൻ നമ്മൾ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് 15,000 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. പോരാത്തതിന് വന്നിട്ട് ഈസി EMI ഈ മെഷീൻ അവൈലബിൾ ആണ്. അപ്പൊ എല്ലാരും കേട്ടില്ല, നമ്മൾ 15,000 രൂപ ഡിസ്കൗണ്ടിലാണ് ഈ മെഷീൻ കൊടുക്കുന്നത്. അതും ആദ്യം വിളിച്ച് ബുക്ക് ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് അല്ലെ? അതെ. അപ്പൊ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്ത് 50 പേരിൽ ഒരാളായി നിങ്ങളുടെ മെഷീൻ സ്വന്തമാക്കും. കൂടാതെ ഇപ്പൊ നമുക്ക് വന്നിട്ട് ഷൊർണൂരിൽ സർവീസ് സെന്റർ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ കമ്പനി ഇവിടെ കോയമ്പത്തൂർ കോവിൽപ്പാളയത്താണ്. നമ്മളിവിടെ മൺഡേ ടു സൺഡേ വരെ ഓപ്പൺ ആണ്. സോ വേഗം വിളിച്ചോളൂ.